ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം തള്ളി ഇറാൻ. കൊട്ടിഘോഷിച്ച ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ആയുസ് മണിക്കൂറുകൾ മാത്രമാണുണ്ടായത്. അപ്പോഴേക്കും വാർത്ത നിഷേധിച്ചുകൊണ്ട് ഇറാനിയൻ മാധ്യമങ്ങളാണ് രംഗത്ത് വന്നത്. ഇത്തരത്തിൽ ഒരു വിധത്തിലുള്ള കരാറിലും ഇറാൻ ഭാഗമായിട്ടില്ലെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ പദ്ധതി പൂർണ്ണമായും തെറ്റാണെന്നും മേഖലയിലെ തങ്ങളുടെ താവളങ്ങൾ ആക്രമിച്ചതിലൂടെ അമേരിക്കയ്ക്ക് അടുത്തിടെയുണ്ടായ അപമാനത്തിൽ നിന്ന് പൊതുജനാഭിപ്രായം വഴിതിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് മുന്നോട്ട് വെച്ചതെന്നുമാണ് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാനിൽ നിന്ന് വെടിനിർത്തലിനുള്ള ഔദ്യോഗികമോ അനൌദ്യോഗികമോ ആയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വരും മണിക്കൂറുകളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന് ഈ അവകാശവാദത്തിന്റെ കള്ളത്തരം തുറന്നുകാട്ടുമെന്ന് പറഞ്ഞതായാണ് ടെഹ്റാനിലെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദങ്ങളോട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും പ്രതികരിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആയിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ ജനതയെയും അവരുടെ ചരിത്രത്തെയും അറിയുന്നവർക്ക് ഇറാൻ കീഴടങ്ങുന്ന ഒരു രാഷ്ട്രമില്ലെന്നറിയാം, ഖമേനി പറയുന്നു. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽ ദാൻ ലെബനീസ് കുബൂസ്.